രാവിലത്തെ അടുക്കളപ്പണിയെല്ലാം ഒതുക്കിയിട്ട് നേരെ കയറി പോകുന്നത് ഞങ്ങളുടെ ബെഡ്റൂം സെക്ഷനിലേക്കായിരുന്നു. താഴെയൊക്കെ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേലത്തെ ബെഡ്റൂം സെക്ഷനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കിടക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ രാത്രിയിൽ നല്ല മഴയും കാറ്റും ആയതുകൊണ്ട് ബാൽക്കണിയിലൊക്കെ നിറയെ ഇലയും പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും അത് ക്ലീൻ ചെയ്യല്ലേ, എന്നാൽ പിന്നെ ചുക്കിലിയൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുക്കിലിയെല്ലാം തൂത്ത് വന്നപ്പോഴേക്കും മേലത്ത് നമ്മുടെ ഹാളിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അത് നിറയെ തുണിയായിരുന്നു കേട്ടോ. മക്കൾ മഴ പെയ്തപ്പോൾ എടുത്തിട്ടതാണ്. പിന്നെ അവരോട് കൂടി അതെല്ലാം അടുക്കി പെറുക്കി ഞങ്ങൾ അലമാരിയിലേക്ക് ആക്കി. അത് കഴിഞ്ഞ് അവിടുത്തെ ജനലെല്ലാം ഒന്ന് തുടച്ചെടുത്തു. അത് കഴിഞ്ഞ് ചുക്കിലിയൊക്കെ പിടിച്ചിട്ട് ആ കട്ടിലെ ഷീറ്റ് അങ്ങ് മാറ്റി കേട്ടോ. അവിടെ എപ്പോഴും ഞാനൊരു പഴയ ഷീറ്റേ വിരിച്ചിടാറുള്ളൂ, കാരണം നമ്മളത് യൂസ് ചെയ്യുന്ന കട്ടിലല്ല. അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനാണ് നമ്മളത് എടുക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പഴയ ഷീറ്റാണ് വിരിച്ചിടാറ്. പിന്നെ നേരെ എൻ്റെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. ആ കട്ടനൊക്കെ ഒന്ന് മാറ്റി, കട്ടനിലൊക്കെ പൊടിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചുക്കിലിയും പിടിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വാക്കും ചെയ്യും എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ചുക്കിലി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ കട്ടനെല്ലാം മാറ്റി. അത് കഴിഞ്ഞ് മക്കളുടെ റൂമിലൊന്ന് ജസ്റ്റ് തൂക്കുന്നതേ ഉള്ളൂ, കാരണം പിള്ളേരില്ലാത്ത ദിവസം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ അവരവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ മൊത്തം ഒന്ന് ചുക്കിലിയൊക്കെ തൂത്തിട്ട് ഫ്ലോറെല്ലാം ഒന്ന് തൂത്തുവാരി എടുക്കുന്നുണ്ട്. അതിനുശേഷം ബെഡെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. മക്കളുടെ റൂമിൽ ഷീറ്റൊന്നും മാറ്റിയിട്ടില്ല. അത് മാറ്റിയിട്ട് അധികം ദിവസം ആയിട്ടില്ലായിരുന്നു കേട്ടോ. 3 ദിവസം കൂടുമ്പോൾ ഞാൻ ഷീറ്റ് മാറും. ആർക്കും അലർജിയുടെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തിൽ കൂടുതലൊന്നും ഷീറ്റ് ഉപയോഗിക്കാൻ ആർക്കും പറ്റത്തില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ പിള്ളേരുടേത് മാറിയിട്ട് അധികം ആയിട്ടില്ല. പിന്നെ ഞാൻ അവിടെയൊക്കെ ഷീറ്റെല്ലാം വിരിച്ചതിന് ശേഷം മേലത്തെ ഹാളിലത്തെ കട്ടിലിലും കൂടെ ഷീറ്റ് വിരിച്ചിട്ടു. ഇതൊരു പഴയ ഷീറ്റാണ് കേട്ടോ. അങ്ങനെ റൂമൊക്കെ ഇങ്ങനെയൊന്ന് കണ്ടപ്പോൾ തന്നെ സമാധാനം. ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫ്ലോറെല്ലാം ഒന്ന് ബാൽക്കണി ഉൾപ്പെടെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് മക്കൾ ചോദിക്കുന്നുണ്ട്, അമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന്. വേണ്ട, പഠിച്ചോളാൻ പറഞ്ഞു. അവർക്ക് 3-ാം തീയതി എക്സാം തുടങ്ങാമല്ലേ, അപ്പോൾ അതുങ്ങൾ അവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പണിയൊക്കെ ഒതുക്കി എൻ്റെ മുടിയെല്ലാം ജീവി കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. നല്ല ചൂടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് വിശപ്പിൻ്റെ വിളി വരുന്നുണ്ട്. കുറച്ച് നേരം ബാൽക്കണിയിൽ നിന്നതായി കാഴ്ചയൊക്കെ കണ്ടിട്ട് വേഗം പോയി മാമുണ്ണാൻ പോയി. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ വരാം കേട്ടോ.